ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുണ്യനിലാവിലെ 18ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗതമാകുന്ന തിരുപ്പിറവിയിൽ ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരുക്കത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ണിയായി വന്ന് പിറക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ സ്വീകരിക്കാം. പുൽത്തൊട്ടിൽ ജനിച്ച ഉണ്ണീശോയ്ക്ക് ജ്ഞാനികൾ പൊന്നും കുന്തിരിക്കവും മീറയും സമർപ്പിച്ചതുപോലെ നാം ഓരോരുത്തരും ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കേണ്ടതല്ലേ? നാം എന്ത് സമ്മാനം കൊടുക്കുമ്പോഴാണ് ഉണ്ണീശോയ്ക്ക് ഏറെ സന്തോഷമുണ്ടാകുക എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ? ജമിതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കണം എന്ന് പുറപ്പാട് 12:22 പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും വിലയേറിയതാണ് നാം സമർപ്പിക്കേണ്ടത് എന്നാണ് ഈ വചനം നമുക്ക് നൽകുന്ന സൂചന. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം തന്നെയാണ് ഏറ്റവും വിലയേറിയ വസ്തു. അതിനാൽ നാം തന്നെയാണ് ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കേണ്ടത്. അതിനായി നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ണീശോയ്ക്ക് ഇഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട്. പൊന്നുപോലെ വിലയും കുന്തിരിക്കവും മീരയും പോലെ സുഗന്ധവും ഔഷധ ഗുണങ്ങളുമുള്ള കാഴ്ചവസ്തുവായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അതിനായി നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാക്കാം. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ചെറിയ ചെറിയ സുഹൃത്ത് ജപങ്ങളിലൂടെ നമ്മുടെ ചിന്തകളെയും കേൾക്കുന്നവർക്ക് സന്തോഷവും ആശ്വാസം നൽകുന്ന വർത്തമാനങ്ങളിലൂടെ നമ്മുടെ വാക്കുകളെയും മറ്റുള്ളവർക്ക് സഹായമേകുന്ന കൊച്ചു കൊച്ചു നന്മകളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ശുദ്ധീകരിക്കാം. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് നമ്മെ തന്നെ കാഴ്ചയായി സമർപ്പിക്കാം. കുറവുകളൊന്നുമില്ലാത്ത നാം ഓരോരുത്തരുടെയും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചവസ്തുക്കളായിരിക്കും. ഉൽപ്പത്തി 4:4 ആബേലിലും അവന്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്ന് അരുൾ ചെയ്തതുപോലെ നമ്മുടെ കാഴ്ചകളിലും അവിടുന്ന് പ്രസാദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാഗതമാകുന്ന തിരുപ്പിറവി തിരുനാളിന് ഏറ്റവും നല്ല കാഴ്ചവസ്തുവാകാൻ ജ്ഞാനികൾ ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചതുപോലെ ഏറ്റവും വിലയുള്ള കാഴ്ചവസ്തുവായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സർവേശ്വരന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.